ഹായ് ഓൾ, വെൽക്കം ടു റൈസ് എഡ്യൂക്കേഷൻ. റൈസ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ സ്വന്തം ആസിം സാറാണ്. നമ്മൾ ഓൾറെഡി ഓൾ ഇന്ത്യ റാങ്ക് വന്നു. ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കേരള റാങ്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു MBBS അഥവാ ഒരു BDS സീറ്റ് ജനറൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. അപ്പം നിങ്ങളുടെ റാങ്ക് റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണ് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ്, ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ്, ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് ഏത് കോളേജ് കിട്ടാനുള്ള ചാൻസുകളാണ്, അതുപോലെ തന്നെ OBC-കാർക്ക് എവിടെ വരാനുള്ള ചാൻസുകളാണുള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ത്രൂ ഔട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡാറ്റാസ് നമുക്ക് ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4 റൗണ്ടുകളാണ് ഈ ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4. അതിൽ ഏറ്റവും അവസാനത്തെ റൗണ്ട് ആയിട്ടുള്ള റൗണ്ട് 4-ൽ ഏതൊക്കെ റാങ്കുകളാണ് ഏതൊക്കെ കോളേജിലേക്ക് അലൗട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യും. അപ്പം ഈ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ MCC എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ അവസാനമായിട്ട് കയറിയ റാങ്ക് ഏതാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ ആ ഒരു ഡോക്യുമെന്റ്സ് MCC എന്ന് പറഞ്ഞൊരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കൗൺസിലിംഗ് അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സ് അതിൽ അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജുകൾ ഏതൊക്കെ റാങ്കിൽ അവസാനം എൻഡ് ചെയ്തു എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അനലൈസ് ചെയ്യുന്നത് ഒരു MBBS സീറ്റ് അല്ലെങ്കിൽ ഒരു BDS സീറ്റ് നമ്മുടെ കേരളത്തിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയായിരിക്കണം, ഓൾ ഇന്ത്യ റാങ്ക് എത്രയായിരിക്കണം, അതല്ല അവസാനമായിട്ട് ഏത് റാങ്ക് വരെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കൂ, വീണ്ടും നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിലൊരു ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോഴിക്കോട് GMC കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിലേക്ക് കയറാൻ വേണ്ടി അവരുടെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 3800 ആണ്. ഇത് നോക്കും മക്കളെ, ഈ റാങ്കുകൾ മൊത്തം OBC ആണ് കേട്ടോ. OBC റാങ്കുകളാണ്. 3800 വരെ അവസാനമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജനറൽ റാങ്ക് കണ്ടെത്താൻ വേണ്ടി ഈ ഒരു 3800-ൽ നിന്ന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1000 കുറച്ചാൽ മതി. 1000 കുറച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 2.5-ന്റെ റേഞ്ച് ആണ്, ഒരു അല്ലെങ്കിൽ ഒരു 2.8 റേഞ്ചിലേക്കായിട്ടാണ് ഒരു ജനറൽ റാങ്ക് ഉള്ള ഒരു കുട്ടിക്ക് അവസാനമായിട്ട് കോഴിക്കോട് കിട്ടാനുള്ള ലാസ്റ്റ് ക്ലോസിംഗ് ആയിട്ട് വന്ന റാങ്ക്. അടുത്തത് ട്രിവാൻഡ്രം നോക്കിക്കഴിഞ്ഞാൽ 5700-ന്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോട്ടയത്ത് 8400-ലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ 9300 വരെ പോയിട്ടുണ്ട്. ആൻഡ് നോക്കൂ, ആലപ്പുഴ കോളേജിലേക്കാണെങ്കിൽ 11600 വരെ റാങ്കുകൾ കയറിയിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിംഗ് ദ ഫൈനൽ റൗണ്ട്, ദാറ്റ് ഈസ് ദ 4th റൗണ്ട് ആൻഡ് ദ 3rd റൗണ്ട്. 3 റൗണ്ടുകളും ഫൈനൽ എല്ലാ റൗണ്ടുകളും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് ആണ്. ബാക്കിയുള്ള കോളേജസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 14,000 ഓൾ ഇന്ത്യ റാങ്ക് 14,000-ന്റെ അടുത്ത് വരെ നമ്മളെ മഞ്ചേരിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ എറണാകുളം കോളേജിലാണെങ്കിൽ 16,000 വരെ കയറി പോയിട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ടയിലുള്ള കൊന്നി ആണെങ്കിൽ അവിടെ 21K 21,000 ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള ഒരു കുട്ടിക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ജനറൽ കുട്ടിക്ക് ഒരു MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. തീർന്നിട്ടില്ല, നോക്കാം. ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 22K 22,000 ഓൾ ഇന്ത്യ റാങ്കും ഇതേപോലെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും നോക്ക്, കാസർഗോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 26K റാങ്ക് ഉള്ള ഒരാളും കാസർഗോഡ് കോളേജിൽ നമ്മുടെ ഓപ്പൺ കാറ്റഗറി, ഇതാണ് കാറ്റഗറി, ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കുട്ടി, ഒരു റിസർവേഷനും ഇല്ലാതെ ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഓപ്പൺ കാറ്റഗറി. അവിടെ നമുക്ക് കാണാം 26,000 റാങ്ക് പോലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യയിൽ 26,000 ഉണ്ടെങ്കിൽ റൗണ്ട്, ഇത് 4ാമത്തെ റൗണ്ടിലാണ് കേട്ടോ, 4th റൗണ്ടിലാണ്. റൗണ്ട് 4 അതായത് അവസാനത്തെ റൗണ്ട്, ദാറ്റ് ഈസ് സ്ട്രേ വാക്കൻസി റൗണ്ട്. അവിടെയാണ് നമ്മൾ ഈ വാല്യൂസ് കാണാൻ പറ്റുന്നത്. 26K എവിടെ പോയിട്ടുണ്ട്, കാസർഗോഡ് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ OBC എന്താണ് അവസ്ഥ? OBC-യിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ കോട്ടയം ആണെങ്കിൽ അവിടെ 13K OBC കയറിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ESI-ലാണെങ്കിൽ 19K OBC പോയിട്ടുണ്ട്. വീണ്ടും ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ OBC അതൊരു 26,000-ന്റെ അടുത്ത് OBC കാറ്റഗറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്കൊരു MBBS സീറ്റ് റൗണ്ട് 4-ഉം കൂടി ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 25K അറൗണ്ട് റാങ്ക്, ഓൾ ഇന്ത്യ റാങ്കുള്ള ഒരു കുട്ടിക്ക് നമുക്ക് അവസാനത്തെ റൗണ്ടിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. അതല്ലെങ്കിൽ അതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഡാറ്റകൾ പറയുന്നത്. ഈ വർഷം വേരിയേഷൻസ് ഉണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസിൽ വാല്യൂസിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു സീ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓൺ ദ BDS. നമ്മുടെ ഡെന്റൽ കോഴ്സുകളാണെങ്കിൽ വീണ്ടും ഡെന്റൽ കോഴ്സ് ട്രിവാൻഡ്രം കോളേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി 34K ആണ് ജനറൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ BDS പോയിട്ടുള്ളത്. ലാസ്റ്റ് ക്ലോസിംഗ് റാങ്ക് ആണ്. ഇനി OBC-യിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നോക്ക്,
ഒരു 40,000 പോയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ റൗണ്ടിലാണ്, ദാറ്റ് ഈസ് ട്രൈ വേക്കൻസി റൗണ്ട്. ഇതും 4th റൗണ്ടിൽ അലൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കുട്ടി, അതായത് ജനറൽ കുട്ടി, വീണ്ടും ഒരു 27K ആണ് ലാസ്റ്റ് ക്ലോസിംഗ് ആയിട്ടുള്ള റാങ്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴ കോളേജിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയും BDS വന്നിട്ടുള്ള റാങ്ക് എന്ന് പറഞ്ഞാൽ 29,000 ആണ്. വീണ്ടും നോക്കണം, ഇതൊക്കെ റൗണ്ട് 4ലാണ്, അതായത് റൗണ്ട് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. അവസാനം വരുന്ന സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ് റൗണ്ട് 4. അതിൽ കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള റാങ്കുകളാണ്. ബാക്കി കോളേജസിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാൽ 27K നമുക്ക് ക്ലോസ് ചെയ്തത് കാണാം. ആൻഡ് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ 29K ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്രിവാൻഡ്രം ഓപ്പൺ കാറ്റഗറി നമ്മൾ ഓൾറെഡി കണ്ടു, 34 പോയിട്ടുണ്ട്. ആൻഡ് കോട്ടയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 41K ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കണ്ണൂർ അവസാനം വരുമ്പോൾ കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ 46,000 എന്ത് വന്നിട്ടുണ്ട്, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഗവൺമെന്റ് കോട്ടയിൽ പഠിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 46 അല്ലെങ്കിൽ ഒരു 48K അറൗണ്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഗവൺമെന്റ് കോളേജിൽ ഒരു BDS കേരളത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഇനി MBBS ആണെങ്കിൽ നമുക്കൊരു 25 to 26K അറൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു MBBS സീറ്റും നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷം കുറച്ചും കൂടി സീറ്റ്സ് ഒക്കെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അതുകൊണ്ട് ഈ പറയുന്ന റാങ്കുകളൊക്കെ കുറച്ചും കൂടി കൂടുതൽ കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസ് ഈ വർഷം ഉണ്ട്. എന്തായാലും നമുക്കത് നോക്കി അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങിയിട്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കാം കേട്ടോ. വീണ്ടും എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങൾ മിസ് ചെയ്യാതാക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ നിങ്ങൾ ഈ റൈസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.